മധുരത്തിന്റെ കഥ ബിരിയാണി അല്ലല്ലോ. അതിനകത്തെ ജോജി ചേട്ടന്റെയും ശ്രുതിയുടെയും പോർഷൻസിന് ഒരു കണക്ഷൻ ഇതെന്നുള്ള രീതിയിൽ നമ്മൾ ആലോചിച്ചത്. പക്ഷെ മധുരം ഞാൻ ടൈറ്റിൽ ഇട്ടത് ആ സിനിമ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോവിഡ് സമയത്ത് എൻ്റെ ജൂൺ ഇറങ്ങി നന്നായിട്ട് പോയി അടുത്ത സിനിമ ഓണായി നിൽക്കുന്ന സമയത്താണ് ഈ കോവിഡ് വരുന്നത്. അപ്പോൾ ആസ് എ ഫിലിം മേക്കർ ഞാൻ മാത്രമല്ല എല്ലാ ഫിലിം മേക്കേഴ്സും ആർട്ടിസ്റ്റും എല്ലാം ഫ്രസ്ട്രേറ്റഡ് ആയി. കാരണം വീട്ടിനകത്ത് ഇരിക്കുക, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എങ്ങനെയും സിനിമകൾ ഓണാകുന്നില്ല. ആ സമയത്താണ് മധുരം ഓണാകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഹോപ്പാണ്, അതായത് വീട്ടിലെല്ലാവരും ഇരിക്കുന്ന നമുക്ക് ഈ പറഞ്ഞ ഒരു സിനിമ കണ്ട എന്തെങ്കിലും ഒരു ഹോപ്പ് വരണം. അപ്പൊ അങ്ങനെ ആലോചിച്ചപ്പോൾ കിട്ടിയ ത്രെഡും കാര്യങ്ങളും ഒക്കെ. അപ്പം പേര് നമ്മൾ ആലോചിക്കുമ്പോഴും ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ളൊരു സിനിമ. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാ സ്റ്റോറീസിനകത്തും ഉണ്ട്. ഇപ്പൊ നിഖിലയുടെ അർജുനന്റെ അതിനകത്ത് അവർ കുക്കിംഗ് ഉണ്ട്, റവ കേസരിയും കാര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഈ പറഞ്ഞ പോലെ ബിരിയാണി കടയുണ്ട്. അപ്പൊ എല്ലാത്തിനും ഒരു ഫുഡ് കണക്ഷൻ ഉണ്ട്. അത് ആക്ച്വലി ഞാനും ആക്ച്വലി ഭയങ്കര ഫുഡിയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഷോർട്ട് ഡിവിഷൻ സമയത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഞാനൊരു കട്ടൻ ചായയോ നമുക്ക് വെച്ചിട്ട് സംസാരിക്കാം, ഇങ്ങനെയൊക്കെ പറയാം. അപ്പൊ എന്റെ അസിസ്റ്റൻസ് എപ്പോഴും എന്നെ കളിയാക്കും, തുടങ്ങി ഇക്കാന്റെ ഫുഡ് പരിപാടി വന്നു. കാരണം എന്തെങ്കിലും സീക്വൻസ് വരുമ്പോൾ ഞാനത് ഡൈനിങ് ടേബിളാക്കും, അല്ലെങ്കിൽ ഹോട്ടലിലാക്കും, അല്ലെങ്കിൽ അപ്പൊ എല്ലാ പടത്തിലും എങ്ങനെയും ഇത് കുത്തിക്കയറ്റി വരും. അപ്പൊ അത് ഫുഡിനോടുള്ള ഭയങ്കര ഇഷ്ടം കാരണം